പ്രജ്ഞാനന്ദ ഒരു ഭയങ്കര സംഭവം തന്നെയാട്ടോ. നമസ്കാരം, പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ടൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിലൊന്ന് കളിക്കുന്നുണ്ട്. ഓൾസോ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കറണ്ട് വേൾഡ് ചാമ്പ്യൻ ഡിംഗ്ലറൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം കഴിഞ്ഞ 23 ഇയറിൽ തീരെ ടൂർണമെന്റ്സ് കളിച്ചിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആഫ്റ്റർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഡിംഗ്ലറിന്റെ ഇതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു മാച്ചിൽ ഗുകേഷിനെ തോൽപ്പിച്ച് ഡിംഗ്ലറൻ സ്ട്രെങ്ത് കാണിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇന്നലെ ഉണ്ടായ ഗെയിമിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പ്രജ്ഞാനന്ദ വേഴ്സസ് ഡിംഗ്ലറൻ, കറണ്ട് വേൾഡ് ചാമ്പ്യൻ വേഴ്സസ് ഇന്ത്യയുടെ ടോപ്പ് പ്ലെയർ, വൺ ഓഫ് ദ ടോപ്പ് പ്ലെയർ ആയിട്ടുള്ള പ്രജ്ഞാനന്ദ മാച്ച് വന്നു. പ്രജ്ഞാനന്ദ ജയിക്കുകയും ചെയ്തു ഗെയിം. അപ്പോൾ കറണ്ട് വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രജ്ഞാനന്ദ ഇപ്പോൾ റേറ്റിംഗ് വൈസ് ആനന്ദിനേക്കാൾ മുകളിൽ കറണ്ട് ഇന്ത്യ നമ്പർ 1 ആയി മാറിക്കഴിഞ്ഞു. പ്രജ്ഞാനന്ദ ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ്. അഡാനി ഗ്രൂപ്പിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് നല്ല സോളിൽ നിൽക്കുകയാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇന്ത്യ നമ്പർ 1 കറണ്ട് വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം പ്രജ്ഞാനന്ദ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നത് പ്രീവിയസ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള കാൾസിനെ തോൽപ്പിച്ചിട്ടാണ്. ഇപ്പോൾ അതേ കറണ്ട് വേൾഡ് ചാമ്പ്യനായ ഡിംഗ്ലറിനെ തോൽപ്പിച്ചു. ഇനിയിപ്പോൾ ഏപ്രിലിൽ കാൻഡിഡേറ്റ്സ് ടൂറണ്ട് വരുന്നുണ്ട്. കാൻഡിഡേറ്റ്സിൽ ടോപ്പായി കഴിഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ആവാനുള്ള പോസിബിലിറ്റി വരെയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും പ്രജ്ഞാനന്ദയുടെ സമയം നല്ല ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇനി നീട്ടുന്നില്ല, നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഡിംഗ്ലറൻ ആണ് വൈറ്റ്, പ്രജ്ഞാനന്ദ ബ്ലാക്ക് ആണ്. അപ്പോൾ E4 Knight F6 Knight 6 റൂൾ ഓപ്പസ് ആണ്. അതിൽ മോഫി വേരിയേഷൻ. ബിഷപ്പ് A4 Knight F6 D3 ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻഡേഴ്സൺ വേരിയേഷനാണ് ഡിംഗ്ലറൻ കളിച്ചത്. അത്ര കോമൺ അല്ല, ബട്ട് സ്റ്റിൽ എന്താ വെരി സോൾഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ബിഷപ്പ് C5 കാസൽസ് B5 ബിഷപ്പ് B3 D6 C3. ഇവിടെ ഓബ്വിയസ്ലി D4 ആ രീതിയിലേക്കുള്ള സെറ്റപ്പ് ആണ് വൈറ്റിൻ്റെ പ്ലാൻ. ഓൾസോ നൈറ്റ് D2 റൂക്ക് E1 നൈറ്റ് F1 നൈറ്റ് G3 അതാണ് പ്ലാൻ. H6 കളിച്ചു, റൂക്ക് E1 കാസൽസ് നൈറ്റ് D2 പറഞ്ഞ പോലെ തന്നെ. ബിഷപ്പ് B6 കാരണം ഈ ഒരു D4 വിത്ത് ടെമ്പോ ഒഴിവാക്കാൻ ഇൻ ഫ്യൂച്ചർ. നൈറ്റ് F1 നൈറ്റ് E7 അതായത് ഈ നൈറ്റിനെ G6 കൊണ്ടുവരാൻ. ഓൾസോ C5 പുഷ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ A4 കളിച്ചു. ഇവിടെ ഒരു പ്രഷർ എന്നതിലേക്ക്. ഓൾസോ ഇവിടെ നെക്സ്റ്റ് വെട്ടിയാൽ ഇത് ഇവിടെ റൂക്ക് ഹാങ്ങിങ് ആയിരിക്കും. സോ റൂക്ക് B8 ആ പിന്നിൻ്റെ പ്രശ്നമില്ല. ഇനി ഇൻ കേസ് ഇങ്ങോട്ട് ക്യാപ്ചർ ചെയ്താൽ അങ്ങോട്ടും വെട്ടാം. H3 കളിച്ചു, അതായത് മേ ബി ഈ ബിഷപ്പ് G4 എന്നുള്ള പിന്ന് അനോയിങ് ആണ്, അത് ഒഴിവാക്കാനായിട്ട്. G6 G3 വെരി സോളിഡ്. C5 ഇത് വളരെ കോമൺ ആയിട്ടുള്ള മൂവാണ്. ഈ മുന്നേ ഇതുപോലൊരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വൈറ്റ് കാൾസൺ, ബ്ലാക്ക് പ്രജ്ഞാനന്ദ. അതിൽ ആ സമയത്ത് കാൾസൺ കളിച്ച മൂവ് A takes B5 ആയിരുന്നു. തിരിച്ച് വെട്ടി ഇത് ഗെയിം ഇവഞ്ച്വലി ഡ്രോ ആയി മാറി. പക്ഷെ ഇവിടെ ഡിംഗ്ലറൻ കളിച്ചത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഷപ്പ് E3 ആണ്. അപ്പോൾ C4 അപ്പോൾ ചെറിയൊരു പോൺ സാക്രിഫൈസ് ആണെന്ന് തോന്നും, ബട്ട് സാക്രിഫൈസ് ഒന്നും അല്ല. കാരണം ഫോർ എക്സാമ്പിൾ ടേക്സ് ഇപ്പോൾ ഇവിടെ C4 വെട്ടിയത് ഇവിടെ B2 തിരിച്ചു പോകും. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള റൂക്കായി മാറുകയും ചെയ്യും. അപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ ആ C4 പോണിനെ വെട്ടിയില്ല, പകരം ബിഷപ്പ് A2 പോയി. ഇപ്പോൾ ഡിംഗ്ലറിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ബിഷപ്പ് B1 വന്നിട്ട് തിരിച്ച് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനാണ്. അപ്പോൾ ക്വീൻ C7 കളിച്ചു. ടേക്സ് ബിഷപ്പ് B1 പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതെ ഇവിടെ വെട്ടിയ ബിഷപ്പിൻ്റെ വെട്ടാൻ പറ്റും. അത് തന്നെയാണ് ഗെയിമിൽ കാണുന്നത്. നൈറ്റ് F4 ഈ ബിഷപ്പിന് അറ്റാക്ക്. ഓൾസോ ഈ നൈറ്റ് സ്ട്രോങ് ആയി മാറിയല്ലോ. നൈറ്റ് E2 അതായത് ഈ F4 നൈറ്റിന് അവിടെ വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെ കിക്ക് ചെയ്യാനായിട്ട് നൈറ്റ് E2 കളിച്ചു. ആ സെയിം ടൈം ഈ D3 ബിഷപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വെട്ടി ബിഷപ്പ് E6. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഈക്വൽ പൊസിഷൻ ആണ്. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ പ്രജ്ഞാനന്ദയ്ക്ക് ഒരു ബിഷപ്പ് ഉണ്ട്. സോ ആ ബിഷപ്പ് സ്ട്രോങ് ആയി മാറിയേക്കാം. ഈ ഒരു പൊസിഷനിൽ ഡിംഗ്ലറൻ കളിച്ച മൂവ് നൈറ്റ് G3 അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഈ ഗെയിമിലെ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പൊസിഷനലി കുറച്ചുകൂടി സോൾഡ് ആയിട്ടുള്ള മൂവ് ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി ഡിംഗ്ലറൻ കളിക്കേണ്ട മൂവ് B4 ആയിരുന്നു. അതായത് ഈ പോൺ പുഷ് ചെയ്യാതെ ഈ പോൺ ഇവിടെ ലോക്ക് ആക്കിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായി, B5 പോൺ ഒരു വീക്ക്നെസ് ആയി മാറി. C3യിലേക്ക് ഈ നൈറ്റ് ഉള്ളത്തോളം കാലം ഒരിക്കലും ബ്ലാക്കിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോൾഡ് ആയിരുന്നു. B4 ആയിരുന്നു ഡിംഗ്ലറൻ കളിക്കേണ്ടത്, പക്ഷേ അത് മിസ്സായി. പകരം നൈറ്റ് G3 കളിച്ചു. അപ്പോൾ പിന്നെ പ്രജ്ഞാനന്ദ വെറുതെ വിടുമോ? പ്രജ്ഞാനന്ദ B4 അങ്ങോട്ട് കളിച്ചു. കാരണം ഈ ഇവിടെ ഒരു വീക്ക്നെസ് വൈറ്റിന് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രജ്ഞാനന്ദ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടേക്സ് ഇവിടെ B2 ഒരു വീക്ക്നെസ് ആയി റൂക്ക് ടേബിൾ ചെയ്ത് തരും. D6 വീക്ക്നെസ് ആണ്, പക്ഷേ ഈ D6ലെ വീക്ക്നെസ്സിന് ബ്ലാക്കിന് ഈസിലി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നൈറ്റ് E8 എന്നൊക്കെ മൂവൊക്കെ ഉണ്ട്. പക്ഷേ വൈറ്റിൻ്റെ വീക്ക്നെസ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പോൾ റൂക്ക് അവിടെ ഡബിൾ ചെയ്തു. റൂക്ക് B6 തിരിച്ചു വന്നു ഗാർഡ് ചെയ്യാനായിട്ട്. ക്വീൻ A3 റൂക്ക് B8
അറിയാലോ ബ്ലാക്കിൻ്റെ പ്ലാൻ ഈ B2 പോണാണ്. അപ്പോൾ റൂക്ക് D2 അവിടെ വന്നു. നൈറ്റ് E8 ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ D6 പോണിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നൈറ്റ് H2 അത് അഗെയിൻ സ്ലൈഡ് മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഇവിടെ റൂക്ക് B3 കളിച്ചു നമ്മുടെ സ്വന്തം പ്രജ്ഞാനന്ദ. ക്വീൻ ഇവിടെ ഇവിടെ ക്വീൻ A1 കളിച്ചു അഗെയിൻ, കാരണം ഇവിടെ ഓബ്വിയസ്ലി ത്രെട്ട് ഉണ്ട്. ഇവിടെ ആക്ച്വലി നല്ല നൈസ് ആയിട്ടുള്ള ഒരു മൂവ് ആണ് പ്രജ്ഞാനന്ദ കളിച്ചത്. വലിയ അടിപൊളി മൂവാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ നല്ല ഒരു കിടിലം മൂവ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് കിട്ടുമെന്ന്. ഓക്കെ, കിട്ടിയിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷേ ഒരു പൊസിഷണൽ മൂവ് ആണ്. ക്വീൻ B6 ഇവിടെ F2 പോൺ പിൻഡ് ആണ്. സോ ഇവിടെ 2 ത്രെട്ടാണ്. റൂക്ക് ഇൻറ്റു B2 ഉണ്ട്, സെയിം ടൈം റൂക്ക് ഇൻറ്റു G3 ഉണ്ട്. സോ ഒരു പോൺ, അതായത് B2 പോൺ എന്തായാലും കൊടുക്കേണ്ടി വരുന്ന ഇംഗ്ലണ്ടിന് മനസ്സിലായി. സോ നൈറ്റ് F1 കളിച്ചു, റൂക്ക് ടെക്സ് വെട്ടി, ടേക്സ് ഫുൾ വെട്ടിക്കളഞ്ഞു. ഇപ്പോഴും പൊസിഷൻ ബ്ലാക്ക് ഒരു പോണപ്പാണ്, പക്ഷേ ഈ പോണപ്പും ജയിക്കാൻ ഡിഫിക്കൽട്ടാണ്. ഒരു ഡ്രോ ആണ് കിട്ടുള്ളൂ. ഒബ്വിയസ്ലി ഡിംഗ്ലറിനെ പോലെ സ്ട്രോങ് ആയ പ്ലെയറിന് ഡ്രോ പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻഡ് ഗെയിമിലേക്ക് പ്രജ്ഞാനന്ദ നല്ല സൂപ്പറായി കളിക്കുകയും ചെയ്തു, അടിപൊളിയായി കളിക്കുകയും ചെയ്തു. ഡിംഗ്ലറും അത്ര സോൾഡ് ആയിരുന്നുമില്ല, അതാ പറ്റിപ്പോയത്. നൈറ്റ് E3, കാരണം ഒബ്വിയസ്ലി D5 പുഷ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, നൈറ്റിനെ സ്ട്രോങ് ആക്കാനായിട്ട്. G6 F5 നമ്മുടെ കയ്യിലെടുക്കാനായിട്ട്. അപ്പോൾ റൂക്ക് A1 ബിഷപ്പ് A2 അത് കിടിലം മൂവ് ആയിരുന്നു. കാരണം നെക്സ്റ്റ് മൂവ് എന്ത് കളിച്ചാലും അത് ബേസിക് പ്ലാൻ ചെയ്യുന്നത് റൂക്ക് B1 കളിച്ചിട്ട് ഈ പറയുന്ന റൂക്ക് ട്രേഡ് ചെയ്യാനാണ്. ആ ട്രേഡിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ കിങ് മൂവ് ചെയ്യണം. ബട്ട് കിങ് മൂവ് ചെയ്താൽ F2 പോൺ പോകും. പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരു നൈറ്റ് പുറകിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്, പക്ഷെ അത് പാസീവാണ്. സോ ഇവിടെ സിമ്പിളായിട്ട് H4 കളിച്ചു. അതായത് ഇവിടെ മേ ബി H5 പുഷ് ചെയ്ത് ഇവിടെ വീക്ക്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ H5 കളിച്ചു, ഇപ്പോൾ F3. ഇവിടെ പ്രജ്ഞാനന്ദയുടെ പ്ലാൻ സിമ്പിളാണ്, റൂക്ക് B1, അതായത് ട്രേഡ് ചെയ്യാൻ. ഒരു പോണപ്പാണ്. സോ പക്ഷെ വിന്നിങ് സിറ്റുവേഷൻ ഇല്ല. റൂക്ക് പൊസിഷനിൽ ഉണ്ടെങ്കിൽ ആ ഒരു പോണപ്പ് കൊണ്ട് ജയിക്കാൻ പറ്റണമെന്നില്ല. ഡ്രോയ്ക്കാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ മാക്സിമം പീസസ് ട്രേഡ് ചെയ്തിട്ട് എൻഡ് ഗെയിമിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി ചാൻസ്. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ ഇവിടുത്തെ ട്രേഡിങ് കൂടുതലും അലോ ചെയ്യാൻ പാടില്ലായിരുന്നു ഡിംഗ്ലറൻ. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടേക്സ് നൈറ്റ് E2 ബിഷപ്പ് തിരിച്ചു വന്നു. കിങ് F2 കിങ് F8 നൈറ്റ് C3 ബിഷപ്പ് E3. ഇവിടെ അഗെയിൻ നൈറ്റ് D5, അതായത് പിന്നെയും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിംഗ്ലൻ കൊടുത്തത്. പ്രജ്ഞാനന്ദ ഒന്നും നോക്കിയില്ല, വെട്ടിയെടുത്തു. കാരണം മാക്സിമം പീസുകൾ വെട്ടിയിട്ട് എൻഡിങ്ങിലേക്ക് പോകുമ്പോഴാണ് പോണിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റുക. ഇതാണ് പ്രജ്ഞാനന്ദയുടെ തോട്ട്. ഡിംഗ്ലൻ കരുതിയിട്ടുണ്ടാവും ഇത് പോയാൽ പോലും ഈ ഒരു പോണപ്പിൽ പ്രജ്ഞാനന്ദയ്ക്ക് ജയിക്കാൻ പറ്റില്ല, ഡ്രോയേ ഉള്ളൂ എന്ന്. മേ ബി അതായിരിക്കും ആലോചിച്ചത്. ബട്ട് സ്റ്റിൽ അത് നല്ലൊരു മൂവ് ആയിരുന്നില്ല. സോ നൈറ്റ് ടേക്സ് F5 F4. ഇവിടെ എഗെയിൻ ഡിംഗ്ലറിൻ്റെ തോട്ട് ഡിഫറെൻ്റ് ആണ്. മാക്സിമം ട്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാലും ആ പോൺ വെച്ചിട്ട് ജയിക്കാൻ പറ്റില്ല എന്നൊരു തോട്ടിലായിരിക്കും. കിങ് F7 ടേക്സ്. ഇവിടെ കണക്റ്റഡ് പാസ് വന്നു. പ്രശ്നം ഒത്തിരി സീനായി തുടങ്ങിയിട്ടുണ്ട്. G3 കിങ് നൈറ്റ് E3 നൈറ്റ് F6 കിങ് E2 നൈറ്റ് E4. ഇവിടെ G3ലേക്ക് ത്രെട്ടാണ്. നൈറ്റ് F1 F4 ആ പോണും കൂടി ട്രേഡ് ചെയ്തു. ടേക്സ് കിങ് വന്നു, കിങ് F5. ഇപ്പോൾ ഈ നൈറ്റ് കൈൻഡ് ഓഫ് ട്രാപ്ഡ് എന്ന് പറയാം. അത് അധികം മൂവുകളൊന്നുമില്ല. അപ്പോൾ കിങ് G2 പോയി. ഇവിടെ പല രീതിയിൽ കളിക്കാൻ പറ്റും. ബ്ലാക്കിന് നല്ല പ്ലസ് ആണ്. പക്ഷേ കിങ് G4 എന്ന് പറഞ്ഞ മൂവ് അത്ര നല്ലതല്ല. കാരണം കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ അവിടെ പ്രശ്നമുണ്ട്. കാരണം നൈറ്റ് H2 ചെക്ക് വെട്ടാൻ പറ്റില്ല. കാരണം വെട്ടിയ കിങ് F3 ഇവിടെ ഈ ഒരു പോൺ പോവും. ആ ഒരു പോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രോയേ ഉള്ളൂ. കാരണം ഇവിടെ ഔട്ട്സൈഡ് പാസറാണ്, കാര്യമില്ല. അപ്പോൾ ധൃതി അടിക്കേണ്ട ആവശ്യമില്ല. പകരം നൈറ്റ് തിരിച്ചു വന്നു. കാരണം ഈ ഒരു ത്രെട്ട്, ഈ ഒരു ചാൻസ് എപ്പോഴാണെങ്കിലും ബ്ലാക്കിനുണ്ട്. നൈറ്റ് D2 വന്നു, നൈറ്റ് F7. ഇപ്പോൾ നൈറ്റ് C4 കിങ് ഇങ്ങോട്ട് വന്നു. H4 പോൺ ക്യാപ്ചർ ചെയ്യാണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ക്ലിയർ ലൂസിങ് ആയി. കാരണം ഇവിടെ 2 പാസ് പോണായി. ഇനി സിമ്പിളായിട്ട് ബ്ലാക്കിന് ജയിക്കാവുന്നേ ഉള്ളൂ. ബട്ട് അഗെയിൻ കുറച്ചുകൂടി കളിച്ചു കിട്ടിങ്ങില്ലരൻ. നൈറ്റ് B2 കിങ് F5. ഇനിയിപ്പോൾ നൈറ്റ് D3 വന്നാലും നൈറ്റ് E5 ഫോഴ്സ് ട്രേഡാണ്, ഒന്നും ചെയ്യാനില്ല. നൈറ്റ് D1 നൈറ്റ് ചെക്ക്, കിങ് മാറി H4. ഇനിയിപ്പോൾ 2 പോണും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പുഷ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. നൈറ്റ് F2 F3 കിങ് ഗോസ് ബാക്ക്, കിങ് F4 കിങ് F1 നൈറ്റ് E4. ഈ പൊസിഷനിൽ ഡിംഗ്ലറൻ റിസൈൻ ചെയ്തു. കാരണം എന്ത് കളിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. ട്രേഡ് ചെയ്ത് ഒബ്വിയസ്ലി വൈറ്റ് വിൻസ് ആണ്, സോ ബ്ലാക്ക് വിൻസ് ആണ്. H1 പോയാൽ നൈറ്റ് G3 ഫോഴ്സ്ഡ് ആയിട്ട് ട്രേഡ് ആണ്. അവിടെ സിമ്പിളായിട്ട് ബ്ലാക്ക് ജയിക്കും. പിന്നെ ഉള്ളത് ഇൻ കേസ് നൈറ്റ് H3 വന്നാൽ കിങ് G3 നൈറ്റ് ഗോസ് ബാക്ക്, നൈറ്റ് ചെക്ക്, കിങ് മാറി F2 ചെക്കിന്
അവിടെ ക്വീൻ ആവും. അപ്പോൾ അതും പോസിബിൾ അല്ല. പിന്നെയുള്ള എന്താണ്, മേ ബി നൈറ്റ് D3 വരാം. നൈറ്റ് D3 എന്നാൽ കിങ് E3 ഗോസ് ബാക്ക്, ചെക്ക്, കിങ് മാറി F2, അടുത്തത് F1 വരാൻ പോണത്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എസെൻഷ്യലി എന്ത് കളിച്ചാലും ലൂസിങ് ആണ് എന്ന് ഡെങ്കിറ മനസ്സിലാക്കിയിട്ട് ഇവിടെ കറണ്ട് വേൾഡ് ചാമ്പ്യൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിന്നോട് കൂടി പ്രജ്ഞാനന്ദ എന്താ പറയുക, കറണ്ട് ഇന്ത്യ നമ്പർ 1 മാറിക്ക് റേറ്റിംഗിൽ ആനന്ദിൻ്റെ മോഡിലേക്ക്. അപ്പോൾ ഈ ഒരു ടൈം ഇപ്പോൾ ആക്ച്വലി പ്രജ്ഞാനന്ദയുടെ ബെസ്റ്റ് ടൈമാണ്. നല്ല ഫോമിലാണുള്ളത്. ഇപ്പോൾ റേറ്റിംഗിലും ഇന്ത്യ നമ്പർ 1 ആയി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്, അതിൽ ജയിച്ചാൽ പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് എൻട്രി കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യലി നെക്സ്റ്റ് ഒരു വേൾഡ് ചാമ്പ്യൻ ഫ്രം ഇന്ത്യ ആഫ്റ്റർ വിശ്വനാഥ് ആനന്ദ് ആവാനുള്ളൊരു ചാൻസ് പ്രജ്ഞാനന്ദയ്ക്ക് നല്ല രീതിയിലേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ ഇന്ത്യക്കാരുടെയും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു പ്രജ്ഞാനന്ദയുടെ ഒരു വിജയം, ഈ ഒരു എന്താ പറയുക ഫുള്ളൊരു ഫോമിലുള്ളൊരു പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ എനിവേസ് ഈ ഒരു ടൂർണമെൻറ്റ് ആക്ച്വലി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. കറൻ്റ്ലി ഇപ്പോൾ ടൂർണമെൻറ്റ് ലീഡ് ചെയ്യുന്ന അനീഷ് ഗിരി ആണെങ്കിൽ പോലും പ്രജ്ഞാനന്ദയ്ക്ക് ഇനി ഒരുപാട് റൗണ്ട്സ് ബാക്കിയുണ്ട്, ടോപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കിയിരുന്ന് കാണാം. ബട്ട് എനിവേസ് ഈ ഒരു ഗെയിമും ഈ ഒരു വീഡിയോയും ഇഷ്ടപ്പെടുന്നിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി വേറെ ഏതെങ്കിലും ഗെയിം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഗെയിം ജസ്റ്റ് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ നമ്മളുടെ ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.